ചെറുപ്പം തൊട്ട് തന്നെ ധാരാളം എന്താ പറയുക, പൂജ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജപിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പൂർവികരും കാരണവന്മാരൊക്കെ നമ്മളെയും പഠിപ്പിച്ചിട്ടുള്ള എങ്ങനെയാണ് 108 ഗായത്രി ജപിക്കണം, അല്ലെങ്കിൽ 1008 ഗായത്രി ജപിക്കണം ദിവസവും. സന്ധ്യാവന്തനം കഴിച്ചാൽ 1008 ഗായത്രി, സഹസ്രാവർത്തി എന്നാണ് പറയുക. 1008 ഗായത്രി ജപിക്കണം, ഏറ്റവും കുറഞ്ഞത് 108 ഗായത്രി എങ്കിലും ജപിക്കണം എന്ന് പറയും. നാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരനെ ഭജിക്കുമ്പോൾ ഇത്ര നാമമെങ്കിലും ജപിക്കണം എന്ന് പറയും. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു അടിസ്ഥാന കണക്കുകളുടെ ഒരു ബേസ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് 100 നിർത്തുന്നില്ല, അല്ലെങ്കിൽ 100 നമ്മൾ പതിവില്ല, 101 എങ്കിലാവാം, അല്ലെങ്കിൽ 108 ഏറ്റവും കൂടുതൽ കാണുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു ഭാഗത്ത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഏതെങ്കിലും ഭാഗത്ത് ഞാനിതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. പലരും പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ഇത്ര സംഖ്യയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോയെന്നറിയില്ല. കാരണം പക്ഷേ എന്തുമാത്രം കൂടുതൽ നമുക്ക് കഴിയാം, നമുക്ക് നമ്മളെക്കൊണ്ട് സാധിക്കാവുന്ന സാധ്യതയുള്ള ഒരു ഫിഗറിലേക്ക് നമുക്ക് എത്തുമ്പോൾ എപ്പോഴും നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ് ആണ്. ഈ ലോകത്ത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു നിശ്ചിത ലക്ഷ്യം വെച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ഇത്ര മാർക്ക് വേണം എന്ന് വിചാരിക്കുന്ന പോലെ, എനിക്ക് ശമ്പളമായിട്ട് ഇത്ര രൂപ വേണം എന്ന് വിചാരിക്കുന്ന പോലെ, ഞാൻ ചെയ്യുന്ന കർമ്മത്തിനും എനിക്ക് ഇത്രയെങ്കിലും എനിക്ക് മിനിമം ചെയ്യണം എന്ന് വിചാരിക്കുന്നവർ. കാരണം എന്നെക്കൊണ്ട് കഴിയാവുന്ന സംഖ്യയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഒരു സംഖ്യ, അതിന് മുകളിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ എന്നെക്കൊണ്ടത് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ ഞാൻ ഇത്രയെങ്കിലും എത്തിക്കും. നമ്മൾ രാവിലെ വ്യായാമത്തിന് പോകുമ്പോൾ ഞാൻ 1 കിലോമീറ്റർ എന്തായാലും നടക്കും, അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഞാൻ നടക്കും, അല്ലെങ്കിൽ അത് 3 കിലോമീറ്റർ ഞാൻ നടക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ഇത്ര നമ്പർ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു കണക്ക് എല്ലാ കാര്യത്തിലും പൂർവിക കാലം തൊട്ട് തന്നെ വയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ ഓരോ ജപത്തിനും ചിന്തയ്ക്കും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുമൊക്കെ ഓരോ തരത്തിലുള്ള നമ്പറുകൾ വച്ചിരുന്നതാണ് എന്ന് മാത്രമേ എനിക്കും ഈ വിഷയത്തിൽ തോന്നുന്നുള്ളൂ. ഇപ്പോൾ 108, 1008 എന്നുള്ളത് ചിലപ്പോൾ കൂടിയിട്ട് പിന്നെ കാണാം നമ്മൾ ഇന്ന് ലക്ഷാർച്ചനകൾ വളരെ സ്വാഭാവികമാണ്. 1,00,000, അതായത് സഹസ്രനാമം എന്ന് പറയുന്നത് 1008 നാമങ്ങളാണ്. 1000 നാമമല്ല, 1008 നാമം അതിൽ വരുന്നുണ്ട്. ചില സഹസ്രനാമത്തിൽ 1001, 1000 എന്തായാലും തീരുന്നില്ല. ലക്ഷാർച്ചനകൾ ഇത് തന്നെ 100 പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ ലക്ഷാർച്ചനയായി, കോടിയർച്ചനകളായി. അപ്പം സംഖ്യകൾ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലേക്ക് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത്രയും കൂടുതൽ പ്രാർത്ഥന നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ സംഖ്യയിൽ 108 ആയാലും 1008 ആയാലും വെറും 12 ആയാലും ഇനി അതല്ല 1 ആയാൽ പോലും നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നറിയാതെ നമ്മൾ ഇത്ര കണ്ട് ജപിച്ചാലോ മന്ത്രം ജപിച്ചാലോ അതുകൊണ്ട് യാതൊരു ഫലമുണ്ടാവും എന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല.